+2 വിദ്യാർത്ഥിയായ റോയ്ക്ക് പഠനത്തിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ക്ലാസുകൾ കട്ട് ചെയ്ത് കൂട്ടുകാർക്കൊപ്പം തിണ്ടി നടക്കലായിരുന്നു അവന്റെ പണി. അമ്മായിയുടെ വീട്ടിൽ നിന്ന് പഠിക്കുന്ന അവനെ പഠന കാര്യത്തിൽ അശ്രദ്ധ കണ്ട് അമ്മ അവനെ തിരികെ വീട്ടിലേക്ക് വിളിക്കാൻ ഒരുങ്ങിയെങ്കിലും അമ്മായിയുടെ നിർദ്ദേശപ്രകാരം ക്രിസ്റ്റിയുടെ അടുത്തേക്ക് അവനെ ട്യൂഷൻ അയക്കാൻ തീരുമാനിക്കുന്നു. ആദ്യമായി റോയ് ട്യൂഷന് പോയപ്പോൾ ക്രിസ്റ്റി തന്റെ മുറിയിലിരുന്ന് ഭ്രാന്തിയെ പോലെ ഫോട്ടോകൾ കീറിക്കളയുന്നത് കണ്ട് റോയ് പേടിച്ചുപോയി. റോയ് ഉടൻ തന്നെ വീട്ടിലേക്ക് തിരികെ പോവുകയും ടീച്ചർക്ക് ഭ്രാന്താണെന്ന് വീട്ടുകാരോട് പറയുകയും ചെയ്തു. പിന്നീട് പള്ളിയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ മുടങ്ങാതെ ട്യൂഷന് വരണമെന്ന് ക്രിസ്റ്റി റോയിയോട് ആവശ്യപ്പെടുന്നു. നിർബന്ധപൂർവ്വം അവൻ ട്യൂഷൻ പോകാൻ തുടങ്ങുന്നു. ക്രിസ്റ്റി ഒരു വിവാഹമോചന ഘട്ടത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. ട്യൂഷൻ ക്ലാസുകൾക്കിടയിൽ റോയ്ക്ക് ക്രിസ്റ്റിയോട് പ്രണയം തോന്നുന്നു. ഒരു വിവാഹത്തിന് ഒരുമിച്ച് പോയതും മഴയത്ത് നനഞ്ഞ യാത്രയും അവർക്കിടയിൽ അടുപ്പം വളർത്തുന്നു. പരീക്ഷാ ഫലം വന്നപ്പോൾ റോയ് പാസ്സാവുകയും കോളേജിൽ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. തനിക്ക് ക്രിസ്റ്റിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് റോയ് അവളോട് തുറന്നു പറയുന്നു. ഇത് കേട്ട് ക്രിസ്റ്റി ആകെ ഞെട്ടിപ്പോകുന്നു. ഇതിനിടയിൽ ക്രിസ്റ്റിക്ക് മാലിയിൽ അധ്യാപികയായി ജോലി ലഭിക്കുകയും അവൾ അവിടേക്ക് പോവുകയും ചെയ്യുന്നു. റോയുടെ ജന്മദിനത്തിൽ സർപ്രൈസായി നാട്ടിലെത്തിയ അവൾ അവനെ കാണുന്നു. ഒരു ക്യാമറ സമ്മാനമായി നൽകുകയും ചെയ്യുന്നു. എന്നാൽ റോയ് അവിടെ വെച്ച് അവളെ ഉമ്മ വെക്കാൻ ശ്രമിച്ചതും ക്രിസ്റ്റിക്ക് അവനോട് ദേഷ്യം തോന്നുകയും ചെയ്യുന്നു. അവർ തമ്മിൽ കുറച്ചുനാൾ സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്നു. പിന്നീട് റോയ് ക്രിസ്റ്റിയെ കാണാനായി രഹസ്യമായി മാലിദ്വീപിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. വിമാനത്താവളത്തിൽ വെച്ച് റോയിയെ കണ്ട് ക്രിസ്റ്റി ആകെ അമ്പരക്കുന്നു. എന്നാൽ സുഹൃത്തുക്കളായ മറ്റ് അധ്യാപകരുടെ മുന്നിൽ വെച്ച് ക്രിസ്റ്റിക്ക് അവനെ അറിയില്ലെന്ന് പറയുകയും അവന്റെ പാസ്പോർട്ട് അവൾ നൽകാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നു. ഇത് റോയിയെ വലിയ മാനസിക വിഷമത്തിലാകുന്നു. മാലിദ്വീപിലെത്തിയ റോയിയെ ക്രിസ്റ്റി വീണ്ടും തള്ളി പറയുന്നത് അവനെ ആകെ തകർത്തു കളഞ്ഞു. പിന്നീട് വിമാനത്താവളത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവനെ മർദ്ദിക്കുന്നത് കണ്ട് ക്രിസ്റ്റി ഓടി വന്ന് അവനെ രക്ഷിക്കുകയും റോയിയെ നാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കുന്നു.